നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലഹരിക്കെതിരെയും സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയും നമ്മുടെ സമൂഹവും നിയമ സംവിധാനങ്ങളും ജാഗ്രതയോടെ നിലകൊള്ളുമ്പോൾ ആരോരും അറിയാതെ സമാന്തര വഴിയിലൂടെ കുറ്റകൃത്യങ്ങളുടെ അധോലോകത്ത് ചിലർ വിലസുകയാണോ? ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണിയായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഇന്നലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ വലയിലായി. ഡാർക്ക് വെബ് വഴി ഇത്തരം ശൃംഖലകൾ നടത്തുന്നത് കോടികളുടെ ലഹരി ഇടപാടാണ്. ലഹരിക്ക് ഓഫറുകൾ പ്രഖ്യാപിച്ചും ലഭ്യതയുടെ വിവരങ്ങൾ ഡാർക്ക് വെബ് സഹായത്തോടെ ആവശ്യക്കാരിലേക്ക് എത്തിച്ചും പൊടിപൊടിക്കുന്ന ലഹരി വിപണി. ലഹരിയിൽ ഒതുങ്ങുന്നില്ല ഇത്തരം രഹസ്യ കൈമാറ്റങ്ങളും കുറ്റകൃത്യങ്ങളും. എത്തിപ്പിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഇത്തരം അധോലോക സംഘങ്ങൾ വളരുമ്പോൾ അവരെ പൂട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വെല്ലുവിളികളുണ്ടോ? ഇവരെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്? നമ്മുടെ യുവതലമുറ, കുട്ടികൾ ഈ ക്രിമിനലുകളുടെ കൈകളിൽ പെടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ന്യൂസ് ഈവനിംഗ് ഈ വിഷയമാണെന്ന് പരിശോധിക്കുന്നത് സൈബറിടത്തെ അധോലോകം. ചർച്ചയിൽ ജോർജ് ജോസഫ്, റിട്ടയർഡ് SP, അതുപോലെ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ, സൈബർ വിദഗ്ധൻ ഡോക്ടർ സൗമ്യ സെറിൻ, ആരോഗ്യ വിദഗ്ധ ഋഷികേഷ് ഭാസ്കരൻ, IT വിദഗ്ധൻ എന്നിവർ ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരും. ആദ്യം ജിയാസ് ജമാലിലേക്കാണ്. ശ്രീ ജിയാസ് ജമാൽ, ഈ ഇന്നലെ മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസൺ NCBയുടെ പിടിയിലായി. രാജ്യത്തെ തന്നെ വലിയൊരു ഈ ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി ശൃംഖല തകർക്കാൻ കഴിഞ്ഞു എന്നാണ് NCB പറയുന്നത്. രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിലേക്കായി ഇത്തരത്തിലുള്ള ലഹരി കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഡാർക്ക് വെബിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് പറയുന്നു. ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യമായി കേൾക്കുന്നതല്ല. രാജ്യത്തെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതുപോലെ അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ ചില അനധികൃത ആയുധ വിൽപ്പനയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ലഹരിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, സ്വകാര്യ വിവരങ്ങൾ കൈമാറുന്നതിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, വിവരങ്ങൾ ഇങ്ങനെ ചോർന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഡാർക്ക് വെബിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. ഇവിടെ എഡിസണും കൂട്ടാളികളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇതാണ്. 2 വർഷത്തോളമായി അവർ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഈ ഡാർക്ക് വെബ് പോലുള്ള സംവിധാനങ്ങളെ ഈ ലഹരി ശൃംഖല ഉപയോഗപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? അവരേത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്? ആളുകൾ ഇതിൻ്റെ വലയിലാവുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു കുറ്റകൃത്യം പോലെ തന്നെ ലഹരി വളരെ വ്യാപകമായി ഇത്തരം ഉപയോഗം കൂടിയതും പോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും ലഹരി വിൽപ്പനക്കാരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാഫിയകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം, ഡാർക്ക് വെബ് എല്ലാ രീതിയിലും ഒരു സുരക്ഷിതരാണ്. അവർ ഇത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യമായി ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡാർക്ക് വെബ് അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരസ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ ഇടപാടുകാരെ കണ്ടെത്തുന്നത് പോലെ തന്നെ ഓരോ പ്രദേശത്തും അവർ ഏജന്റുമാരെ വെച്ചുകൊണ്ട് രാജ്യാന്തര തലത്തിലും പുറത്തുമായിട്ടുള്ള കണ്ണികളുമായി നിരന്തരം ആ ഒരു ട്രാൻസാക്ഷനുകൾ നടത്തിക്കൊണ്ട്, അപ്പോൾ നമുക്കറിയാം, ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ക്രെഡിറ്റ് കാർഡോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല ഇവരാരും ഈ ലഹരി മേടിക്കുന്നതും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവിടെയും സുരക്ഷിതമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി പോലുള്ള വാലറ്റുകളും ബിറ്റ്കോയിൻ വഴിയുള്ള ട്രാൻസാക്ഷനുകളൊക്കെ നടത്തിക്കൊണ്ട് ഇത്തരം വളരെ വ്യാപകമായി നമ്മളുടെ ഓരോ ആളുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി, അതായത് ഇതിൻ്റെ ഇടപാടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു സുരക്ഷിത മാർഗം എന്നോണമാണ് ഇവർ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡാർക്ക് വെബ് അതിൻ്റെ ഒരു മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ആണെങ്കിലും പലതരത്തിലോട്ടുള്ള ട്രാക്കിങ്ങുകളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല വിവരങ്ങൾ കിട്ടുമ്പോഴും ഈ പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് തന്നെ എത്തിപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകളെ കഴിഞ്ഞ കാലയളവിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്, വളരെ ശക്തമായൊരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ മൂവാറ്റുപുഴ സ്വദേശിനെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒറ്റൊരാൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലും കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നടക്കുന്ന പല ഇടപാടുകളും ലഹരി മാത്രമല്ല എല്ലാ ഇല്ലീഗൽ നിയമവിരുദ്ധ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ യുവതലമുറ അടക്കം ഇത് അറിയുന്നില്ല, ഇതൊരിക്കലും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇതിൻ്റെ പുറകെ പോകുന്നത്. പക്ഷേ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഇത് പിടിക്കപ്പെടും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. അത്ര എളുപ്പത്തിൽ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ എഡിസന്റെ കാര്യത്തിലാണെങ്കിൽ NCB വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. 6 മാസമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ കൈമാറ്റങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ശേഖരിച്ചതിന് ശേഷമാണ് ഇടനിലക്കാരെ അടക്കം വലയിലാക്കുന്ന നടപടിയിലേക്ക് NCB പോയത്. ഇവിടെ ഈ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളടക്കം ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടി. ആരൊക്കെ തമ്മിലാണ് ഈ ലഹരി ഇടപാട് നടക്കുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ഒരാൾ ലഹരി വാങ്ങുകയാണെങ്കിൽ അത് വിൽക്കുന്നയാൾ ആരാണ് എന്നത് സംബന്ധിച്ച് അയാൾക്ക് യാതൊരു വിവരവുമില്ല. വിൽക്കുന്നയാൾ അവിടെ സേഫാണ്. മറ്റ് നമ്മുടെ ലഹരി ഇടപാടുകളിലൊക്കെ കണ്ണികൾ പിടിയിലാവുന്നത് എങ്ങനെയാണ്? ഈ
ഇത് ആരിൽ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കണ്ണികളിലേക്ക് എത്തുന്നത്. ഇവിടെ അങ്ങനെ ഒരു വെല്ലുവിളി അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അതൊരു പ്രചാരണം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രാജ്യത്തെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ശ്രീ ജിയാസ്, നമ്മളുടെ രാജ്യത്ത് ഇന്നുള്ള നിയമ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഇപ്പോൾ സാധാരണ പഴയ ഒരു കേസ് അന്വേഷണ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരം കേസുകളിൽ ഒരു അന്വേഷണം പൂർത്തീകരിക്കാനോ കറക്റ്റായിട്ട് ആ പ്രതിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനോ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്ന സൈബർ തട്ടിപ്പുകാരെ കൊടുക്കാൻ നമ്മളുടെ നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും അതിലും കൂടിയ ടെക്നോളജിയും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് തന്നെയുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ ടെക്നിക്കൽ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും അത്രത്തോളം ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സൈബർ തട്ടിപ്പ് സാധാരണ ഒരു പണം പോയൊരു സൈബർ തട്ടിപ്പല്ല ഡാർക്ക് വെബ് വഴി നടക്കുന്നത്. അപ്പോൾ അത്തരം തട്ടിപ്പുകളിൽ പലതരത്തിലുള്ള ടൂൾസുകളും അല്ലെങ്കിൽ ഹാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഇതിലേക്ക് കടന്നു കയറാനായിട്ടുള്ള സ്പൈവെയറുകളും ടൂളുകളും എല്ലാം വ്യാപകമായിട്ട് അവിടെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ, എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം ഡാർക്ക് വെബിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ മനസ്സിലാക്കുന്ന പോലെ തന്നെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓരോ സൈബർ തട്ടിപ്പുകാരുടെ അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്നും ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നുള്ളത് വിശദമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആദ്യത്തെ പടി നമുക്കൊരു സ്ട്രോങ്ങിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്, ഇത്തരം സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ ഇതിനുപയോഗിക്കുന്ന ടൂളുകളും അത് ഉപയോഗിക്കാൻ പരിശീലിക്കുന്നതിനൊപ്പം തന്നെ പുതിയ ടൂളുകൾ ഇപ്പോൾ ഒരുപാട് സൈബർ സെക്യൂരിറ്റി കമ്പനികളും ഈ മേഖലയിലുള്ള വിദഗ്ധരടക്കം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്നായിട്ട്. അപ്പോൾ ഇവരോടെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സഹകരണത്തോട് കൂടിയാണ് ശരിക്കും പറഞ്ഞ അന്വേഷണം പ്രോപ്പറായിട്ട് പോകേണ്ടത്. കാരണം പലപ്പോഴും നമുക്കറിയാം, ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു ലഹരി മരുന്ന് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിക്കുന്നതുകൊണ്ട് മാത്രം ശരിക്കും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള അന്വേഷണത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇത് ആർക്കാണ് ഞാൻ പണം കൈമാറിയിട്ടുള്ളത്, ആ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ വഴിയാണെങ്കിലും ആ വാലറ്റിൻ്റെ അതിൻ്റെ വിവരങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ ആ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും ആ ജൂറിസ്ഡിക്ഷനിലുള്ള ആളുകളുമായിട്ടുള്ള സഹകരണങ്ങളും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്റർപോൾ അടക്കം സ്ട്രോങ് ആയിട്ട് ഇതിൽ പല കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും അത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഒരു ശക്തമായിട്ടുള്ളൊരു നിരീക്ഷണം ഒപ്പം തന്നെ അതിൻ്റെ എക്സ്പെർട്ടൈസും ഉണ്ടായാൽ മാത്രമേ സ്ട്രോങ് ആയിട്ട് നമുക്കിതിലൊരു എത്താൻ പറ്റുള്ളൂ. ശരി, ശ്രീ ഋഷികേഷ് ഭാസ്കരൻ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. രാജ്യത്തെ തന്നെ പ്രധാന ഇടങ്ങളിലേക്കാണ് ഈ ലഹരിയൊക്കെ ചെന്നെത്തുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇതിൽ ഈ അന്വേഷണ ഏജൻസികൾ ചിലരിലേക്ക് എത്തുന്നുണ്ട്, ചിലരിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നുണ്ട്. അതിന് മുന്നിൽ ചില വെല്ലുവിളികളായി നിൽക്കുന്നത് ഇതിൻ്റെ സാങ്കേതികമായുള്ള ചില ആശയക്കുഴപ്പങ്ങളാണ്, UPI ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതയാണ്. അങ്ങനെ വിപുലമായ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിൽ നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളാണ് എന്നൊക്കെ പറയപ്പെടുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിനെ, ഇത്തരം ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നതിനെ, കുറ്റകൃത്യങ്ങൾ ഈ സ്വഭാവത്തിൽ വ്യാപിക്കുന്നതിനെ നോക്കിക്കാണുന്നത്? ഋഷികേഷ് ഭാസ്കർ. തീർച്ചയായും നമ്മളെ തൊട്ടു മുമ്പ് അഡ്വക്കേറ്റ് സംസാരിച്ചതുപോലെ തന്നെ കുറ്റവാളികൾ സാങ്കേതികപരമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളിലേക്ക് മാറുമ്പോൾ അത്തരം രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള തരത്തിൽ നമ്മുടെ നിയമ സംവിധാനവും പോലീസ് സംവിധാനവും ഒക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത്. അപ്പൊ ഈ പർട്ടിക്കുലർ കേസിന്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവരത് പിടിച്ചു എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അവരിതിൽ ഒട്ടും പിന്നിലല്ല എന്നുള്ളതിന്റെയും കൂടെ തെളിവ് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഒരു ബസ് വേർഡ് ആയിട്ട് നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് എന്താണ് എന്നുള്ളതിനെ പറ്റിയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്, വെബ്സൈറ്റുകളും വെബും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് പൊതുവെ ഓപ്പൺ വെബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന വെബാണ്. ഇപ്പൊ 24 ന്യൂസിന്റെ വാർത്ത എനിക്ക് കാണണമെങ്കിൽ 24news.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ഐദർ എനിക്ക് പോവാം, അല്ലെങ്കിൽ ഞാൻ 24 ന്യൂസ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുകളായിട്ടുള്ള ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഇൻഡെക്സ് ചെയ്യപ്പെട്ട ലിങ്കുകളിലൂടെ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന ഈ ഓപ്പൺ വെബിന്റെ അപ്പുറത്തേക്ക് ഒരു ഡീപ്പ് വെബ് എന്ന് പറയുന്ന പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബ് വേറെ ഉണ്ട്. അതിന്റെയും ഒരു സബ് കാറ്റഗറി എന്ന് പറയുന്നതാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അതായത് ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള, ഇന്റൻഷനലി
പബ്ലിക്കിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് വെബ്സൈറ്റുകളും ഇതുമൊക്കെയാണ് ഈ ഡാർക്ക് വെബ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ ടോർ പോലെയുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ടോർ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടോട്ടൽ ഒണിയൻ റൗട്ടിംഗ് എന്നാണ്. അതായത് നമ്മൾ യൂഷ്വലി ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഒരു റിക്വസ്റ്റ് ഒരുപാട് കമ്പ്യൂട്ടറുകളിലൂടെ കടന്നു പോയിട്ടാണ് ഇതിന്റെ ഒരു സെർവറിൽ എത്തുന്നത് എന്ന് മിക്കവർക്കും അറിയുമായിരിക്കും. പക്ഷെ ഇതേ സമയത്ത് ഈ പോകുന്ന എല്ലാ നോഡുകളും, അതായത് ഒരു 10 നോഡുകളിലൂടെ പോയിട്ടാണ് ഈ സെർവറിൽ എത്തുന്നതെങ്കിൽ ഈ ഓരോ നോഡിലുമുള്ള ഈ പാക്കറ്റുകൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എവിടുന്നാണ് ഈ റിക്വസ്റ്റ് വരുന്നത്, എവിടേക്കാണ് ഈ റിക്വസ്റ്റ് പോകുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഈ ടോട്ടൽ ഒണിയൻ റൗട്ടിംഗ് പോലെയുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്ന സമയത്ത് ലെയേർഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഇനീഷ്യലി നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു നോഡിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇതിന് മനസ്സിലാവില്ല ഇത് എവിടുന്നാണ് വരുന്നത് എന്നോ അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്നോ ഇതിന് മനസ്സിലാവില്ല. തൊട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള നോഡിനെ മാത്രമേ ഇതിന് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ലെയറിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സർവൈലൻസിലൂടെയോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഇത് ആക്ച്വലി അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അവരുടെ ഈ സീക്രട്ട് മിഷനുകളുടെ ഇതിനു വേണ്ടിയിട്ട് സക്സസിന് വേണ്ടിയിട്ട് അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. അവർക്ക് ആക്ച്വലി പക്ഷേ എന്താണ് അവർ മാത്രമാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് എങ്കിൽ സ്റ്റിൽ ഇത് ഓക്കെ ഒരു സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടുകൂടി ഇവരത് ആക്ച്വലി പുറത്തേക്ക് ഷെയർ ചെയ്യുകയും അതായത് ഓപ്പൺ സോഴ്സ് ചെയ്യുകയും ഇതിന്റെ അറൗണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ആവുകയും ഒക്കെ ചെയ്തു വന്നതാണ്. പക്ഷെ നമ്മൾ ഈ ടെക്നോളജീനെ വില്ലനൈസ് ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന ഈ ടോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീപ്പ് വെബ് ടെക്നോളജീസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ജേർണലിസ്റ്റുകൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഈ എഡ്വേർഡ് സ്നോഡൻ കേസുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഈ വിസിൽ ബ്ലോവേഴ്സിനെയും ഇവരെയൊക്കെ ആയിട്ടുള്ള സംസാരങ്ങൾക്കും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനും ഒക്കെ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജികളാണിത്. ഗ്ലോബൽ ഇന്റലിജൻസ് ഏജൻസികൾ ഉപയോഗിക്കുന്ന ടെക്നോളജികളാണിത്. ഈ പ്രൈവസി അവെയർ ആയിട്ടുള്ള ആളുകൾ, ഇപ്പം ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ ഇത്തരം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി കൂടിയാണ് ഇത്. പക്ഷെ ഏത് ടെക്നോളജിയും എന്നുള്ളത് പോലെ തന്നെ എന്താണ് ക്രിമിനലുകളാണ് പെട്ടെന്ന് അതിനെ ഏത് രീതിയിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ അത്തരത്തിൽ ക്രിമിനലുകളും ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇതിനകത്തുള്ളത് വെച്ചാൽ ഇപ്പൊ ഈ പർട്ടിക്കുലർ കേസിൽ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ ആണെങ്കിൽ പോലും ഒരു ഓഫ്ലൈൻ ട്രെയിൽ കൂടിയുണ്ട്. അതായത് ഈ പാക്കേജുകൾ ഷിപ്പ് ചെയ്യുക ഇത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ട്രെയിലുകളും ഇതിന്റെ ഗുണഭോക്താക്കളെ മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിലൂടെ പോലീസിന് ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഋഷികേശ് ഭാസ്കരൻ, സാധാരണ നിലയിലാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുക. അതിലൊന്ന് കർശനമായ നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർശനമായ നടപടികൾ സ്വീകരിക്കുക, നമ്മുടെ സംവിധാനങ്ങളെ അതിൻ്റെ നിരീക്ഷണ പരിധിയിലേക്ക് കൊണ്ടുവരിക, അത്തരത്തിൽ സ്വീകരിക്കുന്ന നിയമപരമായ നടപടികളാണ്. മറ്റൊന്ന് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡാർക്ക് വെബ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊക്കെ എത്രത്തോളം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ വളരെ വില്ലനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നോ ഒക്കെ നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഉണ്ടാവുന്നുണ്ടോ ശ്രീ ഋഷികേശ്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സൈബർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈവൻ വിദ്യാർത്ഥികൾക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളോ അതുപോലെ അതിനകത്തുള്ള ചതിക്കുഴികളോ ഒക്കെ കുറച്ചെങ്കിലും ആളുകളിലേക്ക് എത്തുന്നത് ഇപ്പം ഈ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസ് അഡ്വർടൈസ്മെന്റ്സിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിലൊക്കെ കൊടുത്തിട്ടുള്ള സൈബർ കുറ്റവാളികളായിരിക്കാം പോലെയുള്ള വോയിസ് റെക്കോർഡിങ്ങുകളിലൂടെയൊക്കെയാണ്. പക്ഷെ കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സൈബർ എഡ്യൂക്കേഷൻ ഇതുപോലത്തെ തട്ടിപ്പുകളെ പറ്റി, സ്കാമുകളെ പറ്റി, അതിന്റെ ചതിക്കുഴികളെ പറ്റിയിട്ടൊക്കെയുള്ള വിദ്യാഭ്യാസത്തിൽ ഉറപ്പായിട്ടും അത്
ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതേസമയത്ത് നമ്മൾ നിയമപരമായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കണ്ടുവരുന്നിട്ടുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ഇത്തരം ടെക്നോളജികളെ ബ്ലാങ്കറ്റ് ആയിട്ട് ബാൻ ചെയ്യുകയാണ്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ VPN ടെക്നോളജികളെ ബാൻ ചെയ്യുക, അതുപോലെ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്ന നിലപാടുകൾ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒക്കെ എന്ന് പറയുന്നത് ആക്ച്വലി ഉപയോക്താക്കൾക്ക് വലിയ രീതിയിൽ ഉപകാരമുള്ള ടെക്നോളജികളാണ്. പക്ഷെ അത് ആക്ച്വലി സർവൈലൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബ്രേക്ക് ചെയ്യണം മുതലായിട്ടുള്ള അതായത് ഈ ചെരുപ്പ് ചെറുതും കാല് വലുതും ആണെങ്കിൽ ചെരുപ്പിനനുസരിച്ചിട്ട് കാല് മുറിക്കുക തരത്തിലുള്ള ഒരു എന്താണ് ക്വിക്ക് ഫിക്സുകളിലേക്കാണ് മിക്കപ്പോഴും ഇത്തരം നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളിൽ ഇത്തരം മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാവാറുള്ളത്. പക്ഷെ അത്തരത്തിലേക്ക് പോവാതെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇതിനെ കൃത്യമായി പഠിച്ച് വരുംവരായികളെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള നിയമ മാറ്റങ്ങളാണ് വരുത്തുന്നതെങ്കിൽ അത് തികച്ചും സ്വാഗതാർഹം തന്നെയായിരിക്കും. ശരി, തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് SP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തെ, ഇപ്പോൾ ഈ എഡിസന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ വിൽപ്പന നടക്കുന്നതിൻ്റെ വളരെ വിശദമായ കാര്യങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത്, എങ്കിൽ കൂടി ഇവർ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ ഈ ലഹരിക്ക് ഓഫർ പ്രഖ്യാപിക്കുകയാണ്, ചില ദിവസങ്ങളിൽ ഈ ലഹരിക്ക് മറ്റു തരത്തിലുള്ള വിലക്കുറവുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് നിങ്ങളിലേക്ക് ഇത്ര ദിവസം കൊണ്ട് എത്താൻ പോകുന്നു എന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സമാന്തര സംവിധാനം പോലെ, നമ്മളെന്തോ സാധാരണ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുന്നത് പോലെ ഈ വിൽപ്പന നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണല്ലോ. ഇയാളിൽ നിന്ന്, ഈ എഡിസണിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ തന്നെ നോക്കൂ. അത് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് ഇതിൻ്റെ ഷിപ്മെൻറ്റ് നടന്നിരിക്കുന്നത്. അതിൽ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ഈ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇത് ഇപ്പം വലിയ ചർച്ചാ വിഷയമാണ്. കാരണം ഇപ്പം കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു ഡാർക്ക് നെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക് വെബിൽ കൂടെ നമ്മളിത് കണ്ടെത്തിയിട്ട് അത് എത്രയോ മാസത്തെ വർഷത്തെ പ്രയത്നഫലമായിട്ടാണ് നമുക്ക് ഈ NCBക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ മൂവാറ്റുപുഴക്കാരൻ എഡിസനെ തന്നെ അയാൾ കെറ്റാമെലോൺ എന്ന് പറഞ്ഞ ഒരു ലഹരി, ഈ ലഹരി അവർ വിൽക്കുന്നത് അവർക്ക് ഫേഷ്യലായിട്ട് ചിലർക്ക് ചില ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടത്തും എന്നൊക്കെയുള്ള രീതിയിലുള്ള പല പേരുകളിൽ കൂടിയാണ്. അപ്പം അത് തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. അതേസമയം ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതൊക്കെ മേലെയുള്ള TOR 12P ടൂളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് ഈ ഡാർക്ക് വെബിൽ കൂടെ കയറി കഴിയുമ്പോൾ അത് ട്രാക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് ആ ടെക്നോളജി അങ്ങനെയാണ് പോകുന്നത്. അത് എൻസ്ക്രിപ്റ്റ് ചെയ്യുന്നിരിക്കുന്ന ടെക്നോളജി അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പം വളരെ നാളത്തെ ശ്രമഫലമായിട്ടാണ് ഇപ്പോഴേ NCB ഇയാളിലേക്ക് എത്തിയത്. അപ്പം ഇയാൾ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഈ സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുക, കോടിക്കണക്കിന് രൂപ അയാൾ സമ്പാദിക്കുന്നുണ്ട്. അതുതന്നെയല്ല, നമുക്കറിയാം ഈ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റിനെ 30 വർഷം ആയി ട്രാക്ക് ചെയ്യായിരുന്നു. പക്ഷേ അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പക്ഷേ അയാളെ ട്രാക്ക് ചെയ്ത് 30 വർഷം എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെ, കാസർഗോഡുകാരനെ എടുത്ത് 1999 മുതലുള്ള എക്സ്പ്ലോഷൻ നടത്തുന്നത്. അപ്പോൾ അയാളൊക്കെ സാധാരണഗതി യൂസ് ചെയ്യുന്ന ഏത് രീതിയിലുള്ള വെബാണെന്ന് നമുക്കറിയില്ല. ഉപയോഗിക്കുന്നുണ്ട്, കാരണം വിദേശത്ത് നിന്ന് ഫണ്ട് വരണമല്ലോ. പക്ഷേ അതിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് വലിയ പാടാണ്. അതിനകത്ത് ഇപ്പോൾ എഡിസൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഉപയോഗിക്കുന്ന ആ ടെക്നോളജി, ആ ടെക്നോളജിയിലേക്ക് നമുക്ക് അധികം പേർക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാളെ നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്നു. ഇയാൾ വിദേശത്ത് പോയിട്ടുണ്ട്, ആ എൻഡിലുള്ള ആളെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്നുള്ള ടെക്നോളജി എങ്ങനെയാണെന്ന് നമുക്ക് അധികം ഒന്നും അറിയാനും പറ്റില്ല. അതിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസ് വളരെ വ്യത്യസ്തമാണ്. ആ സാധാരണഗതിയിൽ ആരും അത് ഉപയോഗിക്കുന്നതല്ല, അവർ തന്നെ ഇതിനു വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ആ ഡാർക്ക് വെബിലേക്ക് ആദ്യ പ്രവേശനം ലഭിക്കില്ല. ഉണ്ടെങ്കിൽ ചില കോഡ് വേർഡുകളൊക്കെ ഉണ്ടാവുള്ളൂ, അതിലപ്പുറം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ ആരിലേക്കാണ് പോകുന്നതെന്നും അങ്ങോട്ട് പോകുന്ന സാധനങ്ങൾ എന്താണെന്നൊക്കെ കണ്ടെത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വിദേശത്തു നിന്ന് ധാരാളം സാധനം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് ഏജൻറ്റാണ്, ആരാണ് കൊടുക്കുന്നത് നമുക്കറിയില്ല, അത് കണ്ടെത്താനും സാധിക്കത്തില്ല. കാരണം അത് ഇൻ്റർനെറ്റിൽ കൂടെ പല രാജ്യങ്ങളിൽ കൂടെ കറങ്ങി ഇറങ്ങി വരുന്നതാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ
ഇവിടുത്തെ നമ്മുടെ ഒരു ഏജൻറ്റ്, ഇവിടുത്തെ ആരാണ് ഇന്ത്യയിലുള്ള ആളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അയാളെ പണിഷ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ, അല്ലാതെ മറ്റേ എൻഡിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ നോക്കില്ല. ഇങ്ങനെ ഒരു ആളെ പിടിച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ നിരീക്ഷിച്ചിരിക്കുന്ന കാര്യം. അങ്ങനെയാണ് അതിനപ്പുറം. കാരണം ഒത്തിരി പേര് ഈ രീതിയിലുള്ള പല കേസുകെട്ടുകളായിട്ട് അത് ഡ്രഗ്സ് മാത്രമല്ല അല്ലാത്ത രീതിയിലൊക്കെ വന്നിട്ട് എങ്ങും എത്താൻ പറ്റില്ല. അതിൻ്റെ ഒരു മോഡം ഇരിക്കുന്നത് ചിലപ്പോൾ യൂറോപ്പിലാണെങ്കിൽ മറ്റു ഭാഗങ്ങളിലിരിക്കുന്നത് USA നമുക്കൊന്നും അത് അക്സസ് ചെയ്യാൻ കഴിയത്തില്ല, ലൊക്കേറ്റ് ചെയ്യാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഇയാൾ 2 വർഷമായിട്ട് എഡിസൺ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് NCBക്കൊന്നും അങ്ങോട്ടൊരു അക്സസ് കിട്ടാനായിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇയാൾ കേരളത്തിലുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിലും അയാളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാസക്കണക്കിനെടുത്തു, 6-7 മാസം എടുത്തു. അത്രയും വിവരം കിട്ടിയിട്ട് പോലും ഡാർക്ക് നെറ്റിനകത്ത് നമുക്ക് കയറാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജാണ്. അതുതന്നെയല്ല, നമുക്ക് ഈ NDPS ആക്ടിൻ്റെ അതിനകത്ത് ചില പ്രൊവിഷൻസ് നമ്മൾ മാറ്റി എഴുതിയേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരാളെ നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളെ നമ്മൾ അല്ലെങ്കിൽ മെലോഫോൺ അങ്ങനെയുള്ള ഈ ഫോട്ടോ മൈനൊക്കെ പോലുള്ള ഒത്തിരി വെറേഷൻസ് ഉണ്ട്, 10-60 വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു കൺവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 7 വർഷം 10 വർഷം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റിയായി. ഇന്ത്യയിൽ അങ്ങനെ ഡെത്ത് പെനാൽറ്റി ഇതുവരെ ആർക്കും കൊടുത്തായിട്ട് കേട്ടിട്ടില്ല. അതേസമയത്ത് തായ്ലൻഡിലും അതുപോലെ സിംഗപ്പൂരിലൊക്കെ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ടൈം പിടിച്ചാൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഡെത്ത് പെനാൽറ്റി വന്നെങ്കിൽ മാത്രമേ ഇത് നിൽക്കാൻ ഒക്കുള്ളൂ, ഇത് നിർത്താൻ ഒക്കുള്ളൂ നമുക്ക്. കാരണം പണിഷ്മെൻറ്റ് അത്ര അഗ്രസീവാണ്, അത്ര കട്ടിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാം. അപ്പം ഇപ്പം തന്നെ ഈ എഡിസൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണെന്ന് അറിയത്തില്ല. ബാംഗ്ലൂർ IT ഫീൽഡിലുള്ള വളരെയധികം കുട്ടികൾ ഇതുമായിട്ട് ബിസിനസ്സുമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും NCB ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിലുള്ള ഇൻ്റർനെറ്റിനകത്ത് കൂടെ അവരെല്ലാം കയറി പിടിച്ച് 3 പേരെ IT എക്സ്പെർട്ടാണ്. അവരൊക്കെ വർഷക്കണക്കിനായിട്ട് ബാംഗ്ലൂർ IT ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അവരെ ഇപ്പം പിടിച്ച് 3 പേരെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരാളിലേക്ക് എത്താൻ തന്നെ വർഷങ്ങളോളം ചിലപ്പോൾ എടുത്തുന്നത്. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ സൗമ്യ സരനിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ സൗമ്യ സരൻ, ഇത് പലതരത്തിലുള്ള ലഹരികളുടെ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പിടിമുറുക്കുന്ന നിലയും അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷവും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ ശ്രമം നടത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. സാധാരണയാണെങ്കിൽ നമ്മൾ കഞ്ചാവ് എന്ന് കേൾക്കുന്നുണ്ട്, MDMA എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച്, ഈ ഡാർക്ക് വെബ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടേക്ക് എത്തുന്ന ലഹരിയുടെ പേര് പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്, UK നിന്നാണ്. അവിടെ അവർ പ്രാദേശികമായി ഉപയോഗിക്കുന്ന ലഹരികളുണ്ട്, അല്ലാതെ മറ്റ് ലഹരികളുണ്ട്. ഇതിനെ എങ്ങനെയാണ് തടയാൻ കഴിയുക എന്നുള്ളത് ഒരു ചോദ്യം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ നമ്മുടെ യുവാക്കൾ, നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളും യുവാക്കളുമൊക്കെ ഈ ആധുനിക സാങ്കേതിക വിദ്യയോടൊക്കെ അത്രയും പരിചിതമായ ആളുകളാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതി അവരെ അതിൽ നിന്ന് വിലക്കാനും കഴിയില്ല. അവരുടെ മുമ്പിലുള്ളത് വലിയൊരു വിജ്ഞാനത്തിൻ്റെ ലോകവും സാധ്യതകളുമാണ്. അതിനിടയിൽ നിന്നുകൊണ്ട് അവരെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും? ഓരോരുത്തർക്കും അതിൽ പുലർത്താൻ കഴിയുന്ന ജാഗ്രത താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന കുറ്റകൃത്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ക്രിമിനൽസ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെയുമാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സത്യത്തില് എന്റെ മോൾക്ക് ഇപ്പൊ 13 വയസ്സാണ്. ഞാനൊരു അഡോളസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. ഞാൻ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു അന്തരമുണ്ട്. അതായത് നമ്മുടെ മക്കളും നമ്മളും തമ്മിലുള്ള ഒരു അന്തരം. അത് എന്ന് പറയുന്നത് പല പല കാര്യങ്ങളിൽ അന്തരമുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സൈബർ നോളേജ് ആണ്. കാരണം ഇപ്പൊ എന്റെ ഒരു തലമുറയായിരിക്കും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു തലമുറ. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, ഈ ഒരു പ്രായത്തിലുള്ള ആളുകൾ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഇന്നിന് പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് 13 വയസ്സിലെ എന്റെ മോളെയാണ്. എനിക്ക് പല കാര്യങ്ങളും അറിയില്ല. ഞാൻ അവളോടാണ് ചോദിക്കുന്നത്, അവളാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഇത് ഇന്നതാണ് എന്നുള്ളത്. അപ്പോ നമ്മൾ ഇതൊക്കെ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും നമ്മൾ ഇന്ന് അജ്ഞരാണ്. ഈ പറയുന്ന പാരന്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ന് പറയുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ്, ഇപ്പൊ കുറച്ചു മുമ്പ് ഋഷികേശ് പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിലുള്ള അവയർനെസ്സും ഇല്ല. നമ്മളിപ്പോഴും ജസ്റ്റ് ഫേസ്ബുക്കിലും എന്താ പറയാ ഇൻസ്റ്റയിൽ പോലും നമുക്ക് കൂടുതൽ ഒരു ആക്സസ് ഇല്ല. ഫേസ്ബുക്കിൽ കിടന്ന് അഭിരമിക്കുകയാണ് നമ്മൾ ഈ പറയുന്ന പാരന്റ്സ്.
പക്ഷെ ഇതിനപ്പുറം വലിയൊരു ലോകമുണ്ട് ഈ പറയുന്ന ഡാർക്ക് നെറ്റ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഡാർക്ക് നെറ്റ് ഒക്കെ കേട്ടത് പല സിനിമകളിലും ഇങ്ങനെയുള്ള പല സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു സംഭവമാണ് ഡാർക്ക് നെറ്റ്. ഇതൊക്കെ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. എന്താണ് ശരിക്കും ഡാർക്ക് നെറ്റ് എന്നുള്ളത് ഞാനിപ്പോ ഈ ഒരു ചർച്ചയിൽ ഇരുന്നപ്പോഴാണ്, ഋഷിയേഷ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു ക്ലാരിറ്റി വന്നത്. എങ്കിൽ പോലും അതിൽ വലിയതായിട്ടൊരു വിവരമില്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോ ഗാഡ്ജറ്റുകൾ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, കാരണം അത് അവരുടെ പഠിത്തത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ എന്റെ മോളൊക്കെ 24/7 ഒരു ലാപ്ടോപ്പും വൈഫൈ ആയിട്ടാണ് കറങ്ങുന്നത്. അവർക്ക് അതിൽ എന്ത് വേണമെങ്കിലും ആക്സസിബിൾ ആണ്. അപ്പോ അവിടെ ഒരു ജനറേഷൻ, ഇതിന്റെ കംപ്ലീറ്റ് ആക്സസ് ഉള്ള ഒരു ജനറേഷൻ, ഇതിനെപ്പറ്റി നമ്മളെക്കാൾ വളരെയധികം വിവരമുള്ള ഒരു ജനറേഷൻ നിൽക്കുന്നു. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജുമായിട്ട് നിൽക്കുന്നു. അപ്പൊ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു അവയർനെസ് ആണ്. കാരണം ഇതെന്താണ്, ഇങ്ങനെയുള്ള സംഗതികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ആദ്യം അച്ഛനമ്മമാരടക്കം അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഒന്ന് അറിഞ്ഞു വരിക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിന്റെ കൂടെ തന്നെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന രീതികളിൽ വേണം. ഇപ്പോ നമ്മുടെ ഏറ്റവും വലിയൊരു ഷോർട്ട് കമ്മിങ് ആയിട്ട് ഞാൻ കാണുന്നത്, ഇന്നും നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള പഠന രീതികളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്താണ് കൂടുതൽ പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അവരിപ്പോഴും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ച് നടത്തുകയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ പഠിച്ച പോലെയല്ല, നമ്മുടെ തലമുറ പോലെയല്ല, നമുക്കത് വളരെയധികം നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ പല തിക്താനുഭവങ്ങളും അനുഭവിച്ച ഒരു തലമുറയാണ് നമ്മുടെ. അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയാണ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റിയിട്ടുണ്ട്? ഇല്ല. അതേ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സൈബർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഇതില് ഇത്ര തരത്തിലുള്ള റിസ്കുകൾ ഉണ്ട് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഈ കരിക്കുലത്തിന്റെ ഭാഗമായി തന്നെ പഠിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഈ ഒരു അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികള് നമുക്കറിയുന്നതാണ് അവരുടെ ഒരു ക്യൂരിയോസിറ്റി. കാരണം ഇതൊക്കെ കേൾക്കുന്ന, ഇപ്പൊ MDMA എന്ന് കേൾക്കാത്ത ഒരു ദിവസം ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എവിടെ തുറന്നാലും ഇങ്ങനെയുള്ള മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ള താല്പര്യം നമ്മളെക്കാൾ കൂടുതലുണ്ട്. അവർക്ക് അതിനുള്ള കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി സെർച്ച് ചെയ്യാം. അപ്പോ നമുക്കറിയാം, നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് വരുന്ന പ്രോംപ്റ്റുകളും കാര്യങ്ങളും അതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് അറിയില്ല, അവരുടെ ഒരു പ്രായം അതാണ്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട്, ആ ഒരു ജിജ്ഞാസ കൊണ്ട് അവർ പല രീതിയിലുള്ള തെറ്റായ പല സൈറ്റുകളിലും എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് രീതിയിലും ഈ രണ്ട് ജനറേഷനെയും എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങളും ഇതിനെപ്പറ്റി, ഇതിന്റെ റിസ്കുകളെ പറ്റി, ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റി ബോധവാന്മാരാണോ? അതിനേക്കാൾ കൂടുതൽ അച്ഛനമ്മമാരും വളരെയധികം ഇതിനെ പറ്റിയിട്ട് ബോധവാന്മാരാണ്. ശരി, ഞാൻ ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ചർച്ചയിലേക്ക് തിരികെ എത്തും. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഋഷികേഷ് ഭാസ്കരൻ, നേരത്തെ താങ്കൾ അതിൻ്റെ ചില വെല്ലുവിളികളും ഇവരെ വലയിലാക്കുന്നതിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളും അതിൻ്റെ ചില തടസ്സങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി. അതിനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ നമ്മളെ ഓരോ വ്യക്തികളെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ സമൂഹത്തെയും അത് ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനം. ഈ കുറ്റകൃത്യങ്ങളുടെ വർധനയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ അതിൽ ഈ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ തന്നെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ ഡാർക്ക് വെബ് പോലുള്ള ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതിൽ സമീപകാലത്തേതാണെങ്കിൽ വലിയ രീതിയിലുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ചില സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇവിടെ നിരന്തരമായി ഈ സൈബർ തട്ടിപ്പിലൂടെ ആളുകൾക്ക് പണം നഷ്ടമാവുന്നൊരു നിലയുണ്ടായിരുന്നു. പിന്നീട് പോലീസ് തന്നെ അതിൻ്റെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി, പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി ഒരു വിപുലമായൊരു ക്യാമ്പയിൻ പോലെ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുവരികയും ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ടുള്ള ധാരണയുണ്ട്. ഇത് പക്ഷേ ഇങ്ങനെയൊരു ഒളിഞ്ഞൊരു വില്ലൻ ഇരിപ്പുണ്ട് എന്നും അത് നമ്മുടെ യുവാക്കളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് എത്തും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഈ കുറ്റകൃത്യങ്ങളുടെ വർധന കൂടി പരിശോധിക്കുമ്പോൾ നമ്മൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കേണ്ട സമയമായില്ലേ ഋഷികേഷ്? കാര്യമാണ് പറഞ്ഞത്. അപ്പം അതിലേക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഡോക്ടർ സൗമ്യ സറിനാണെങ്കിലും അഡ്വക്കേറ്റ് ജിയാസ് ആണെങ്കിലും ഒക്കെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു നേരത്തെ ഈ പറയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കേസുകളിൽ നടന്നതുപോലെ തന്നെ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വളരെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി ആളുകളിലേക്ക് ഇത് ഇങ്ങനൊരു കോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്
കുറ്റവാളികളാവാം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ അറസ്റ്റ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റവാളി ഇതാവുന്നതായിരിക്കും. അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയുന്ന ബോധവൽക്കരണത്തിലൂടെയാണ് ഇത് നടത്തിയത്. അപ്പം നമുക്ക് ആക്ച്വലി ഓരോ തരത്തിലുമുള്ള തട്ടിപ്പുകൾ നടക്കുന്ന സമയത്ത് ഈ ക്രിമിനൽസ് എത്ര ക്ലെവർ ആയിട്ടാണ് ആലോചിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് സ്കാമാണ് ഇത് സ്കാമാണെന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഫലപ്രദമായിട്ടുണ്ടാവുക ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഉണ്ടാവുകയും അത് നമുക്ക് തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പൊ ഉള്ള പഞ്ചായത്ത് തലം വരെയുള്ള അക്ഷയ സെന്ററുകൾ മുതലായിട്ടുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുകളിലേക്ക് വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ എത്തിക്കാനുള്ള സിസ്റ്റം നമുക്കുണ്ട്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക, കൃത്യമായിട്ടുള്ള മൊഡ്യൂളുകൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആക്ച്വലി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫേർട്ടിന്റെ മാത്രം ആവശ്യമുള്ളൂ, അല്ലാതെ അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് ഈ ടെക്നോളജി അല്ലെങ്കിൽ നിയമം മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് എടുത്തു ചാടുന്നത് തികച്ചും അബദ്ധമാണ് താനും. ഇപ്പം നേരത്തെ ഡോക്ടർ സൗമ്യ സെൻ പറഞ്ഞതുപോലെ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം, തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ ടെക്നോളജി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തലമുറ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് മില്ലേനിയൽസ് അല്ലെങ്കിൽ 90s ജനിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ മൈഗ്രൻസ് ആണ്. അതായത് നമ്മൾ ജനിച്ച സമയത്ത് ഈ ഡിജിറ്റൽ ടെക്നോളജീസ് ഇല്ല. നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് നമ്മൾ പരിചയപ്പെടുകയും ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കുകയും ചെയ്തവരാണ്. പക്ഷെ അതേസമയത്ത് ഇപ്പോഴത്തെ തലമുറ, ഈ ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇനി ജനിച്ചു വീഴുന്ന തലമുറ എന്ന് പറയുന്നത് ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവർ ജനിച്ചു വീഴുന്നതേ ഈ ലോകത്തേക്ക് തന്നെയാണ്. അപ്പൊ ഈ ടോളുകൾ ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ട് വീട്ടുകൾ കുഞ്ഞുങ്ങളുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതായത് വാക്കുകൾ കൂട്ടിപ്പറയാൻ പോലും കഴിയാത്ത കുട്ടികൾ ഫോൺ എടുത്ത് സ്ലൈഡ് ചെയ്യും, സ്ലൈഡ് ടു അൺലോക്ക് ചെയ്യും. അത് അവർക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് ഇപ്പോഴും നമ്മളെ വീട്ടിലുള്ള മുതിർന്ന പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ അടുത്ത് ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബേസിക് ആയിട്ട് ഫോൺ വിളിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അത് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് തിരിച്ച് റീകോൾ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ആക്ച്വലി ആ വയറിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളിപ്പോ ഈ ടെക്നോളജികൾ വരുന്ന സമയത്ത് ഓരോ ടെക്നോളജികളും വളർന്നു വരുന്നതും സമൂഹത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് മാറി വരുന്നതും ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കുറച്ചു നേരം ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കുറെ നേരം കമ്പ്യൂട്ടറിന് മുമ്പിലാണെന്ന് പറയുന്നത് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ ആക്ച്വലി അതിന്റെ ആളുകൾ ഉപയോഗിക്കുന്നത് ഭയങ്കര നോർമലൈസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ടെക്നോളജികൾ, പ്രൈവസി അവെയർ ആയിട്ടുള്ള ടെക്നോളജികൾ ഒക്കെ ആക്ച്വലി കൃത്യമായിട്ട് പുരോഗമിച്ച് വരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഗുണത്തിന് തന്നെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അതനുസരിച്ചിട്ട് എല്ലാ ടെക്നോളജിയും ഇപ്പൊ നമ്മളിപ്പോ കണ്ടിട്ടുള്ള എല്ലാ ടെക്നോളജി എടുത്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾ തന്നെ ഒരു 10 വർഷം മുമ്പത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ദൂഷ്യവശങ്ങളെ പറ്റിയും അതുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം ടെക്നോളജികളെ നമ്മൾ വില്ലനൈസ് ചെയ്യുന്നതിന് പകരം ഈ ടെക്നോളജി എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം, എങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിലായിരിക്കണം നമ്മൾ ചർച്ച ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജിയാസ് ജമാൽ, താങ്കൾ ഇവിടെ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളിൽ നേരത്തെ പ്രതികരിച്ചു. ഇതിൽ താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഇത്തരത്തിലുള്ള കേസുകൾ, അതിൻ്റെ നിയമവശം, പിന്നീടുള്ള പ്രോസസ്സ്, എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, അതിനെ കൂടി താങ്കൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ശ്രീ ജിയാസ്, ചോദ്യം നമ്മുടെ ഇത്തരത്തിലുള്ള കേസുകളിൽ ആളുകൾ പിടിയിലാവുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം, അതിൻ്റെ നിയമപരമായ വശവും പിന്നീട് തുടർന്ന് ഇത്തരം ആളുകൾ പിടിയിലാവുന്ന സമയത്ത് നമ്മുടെ നിയമ സംവിധാനം മുന്നോട്ട് പോകുന്നതിൽ അതിൻ്റെ ഒരു നിയമവശം ഏത് തരത്തിലാണെന്ന് ശ്രീ ജിയാസ്. ഇപ്പം ഞാൻ ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. അപ്പോൾ പല രാജ്യങ്ങൾ, ഇപ്പോൾ റിട്ടയർഡ് SP സാറ് പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിൽ കടന്നുകൂടുന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി കൂടുന്നതല്ല, കുറ്റകൃത്യം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 2-3 രാജ്യങ്ങളിൽ കണക്റ്റഡ് ആയിട്ടായിരിക്കും കുറ്റകൃത്യം ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ജസ്റ്റ് ഇവിടെ ഉള്ള പ്രതിനെ മാത്രം പിടിക്കുക അല്ലെങ്കിൽ അയാൾക്കെതിരെ അത് മാത്രമേ അവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ നടക്കാറുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പരിമിതികൾ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനും നമ്മുടെ നിയമത്തിനും അതേപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റിനും ലോ എൻഫോഴ്സ്മെൻറ്റിനും അതുപോലെ തന്നെ ജുഡീഷ്യറിക്കും പല രീതിയിൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിനെ പറ്റി വിശദമായി മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്രയും
എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസർ ആണെങ്കിൽ പോലും അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഡിജിറ്റൽ കേസ് ഇതുപോലെ സൈബർ ക്രൈമുകളിലാണെങ്കിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ ഡാർക്ക് വെബ് കേന്ദ്രീകരിച്ചിട്ടുള്ള തട്ടിപ്പുകളിലും അല്ലെങ്കിൽ അതേപോലെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ ഫേസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെലഗ്രാം പോലുള്ളത് തന്നെ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഓരോ ഇതിൻ്റെ പ്ലാറ്റ്ഫോമുകൾക്ക് ഓഫീസുണ്ട്. ഓരോ പ്ലാറ്റ്ഫോമുകൾക്കും ഇവിടെ ഗ്രീവൻസ് ഓഫീസർ ഉണ്ട്, നോഡൽ ഓഫീസർ ഉണ്ട്. പക്ഷേ ഇവർ പോലും കാര്യമായി പോലീസ് ലീഗൽ മറ്റേ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുമായിട്ട് സഹകരിക്കുന്നില്ല. കാരണം ഏത് അന്വേഷണം മുന്നോട്ട് പോകുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്ന ക്രൈമുകൾ എടുത്തോട്ടെ, അതുവഴി ഇതുപോലുള്ള ലഹരി വ്യാപനങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ നടന്നാൽ പോലും ഇതിൻ്റെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു IP അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധാരണ ഇപ്പം നമ്മൾ കണ്ട പല കേസുകളിലും കൊടുത്ത മറുപടി ഈ കുറ്റകൃത്യം നടന്നത് ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ന ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിനെ പോയി കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോലീസിന് കൊടുക്കുന്ന മറുപടി. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം പല കേസുകളിലും ഇരകൾക്ക് ഒരിക്കലും നീതി കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അത് നമ്മൾ IT റൂളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ കറക്റ്റായിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളത്. പക്ഷേ IT റൂളും IT ആക്റ്റും ഇതൊന്നും ഇവർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളടക്കം പറയുന്നത്. ഇപ്പോൾ ഡാർക്ക് വെബ് പോലെ തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം. ഈ ടെലഗ്രാം ചാനലിലൂടെയാണ് ഒട്ടുമിക്ക ആയുധ കച്ചവടങ്ങളും ഡ്രഗ് ഡീലിങ്ങുകളും കുട്ടികളുടെയും സ്ത്രീകളുടെ എല്ലാം പോൺ വീഡിയോകൾ വളരെ വ്യാപകമായിട്ടാണ് പ്രചരിക്കുന്നത്. ഇതിലൊന്നും കാര്യമായിട്ടുള്ളൊരു അന്വേഷണം പോലീസ് നടത്താൻ തീരുമാനിച്ചാൽ പോലും ഇവരൊന്നും ഇവരായിട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇന്ത്യയിൽ അങ്ങനൊരു നിയമ സംവിധാനം അത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിലൊരു നടപടി ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അവർക്കറിയാം എന്ത് ചെയ്താലും ആരെ ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടിച്ചാലും ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. നമുക്ക് ലൈവായിട്ടുള്ള ഒരുപാട് കേസുകൾ കാണാം, ഒരുപാട് വിക്ടിംസിനെ കാണാം, നീതി തേടി അലയുന്ന ആളുകളെ കാണാം. അപ്പോൾ ഒരു തരത്തിലും അവർക്കിത് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള നിസ്സഹകരണം തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു കാര്യത്തിൽ തീരുമാനമാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈമുകൾ വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം IT ആക്ട് 2000 വന്നത്. പല ക്രൈമുകളും അത് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടുള്ള സെക്ഷനോ സ്ട്രോങ് ആയിട്ടുള്ള നടപടികളോ ഇല്ല. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ പല വിദേശ രാജ്യങ്ങളിലും 1-2 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത് വധശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങളും അതേപോലെ തന്നെ ഇതുപോലുള്ള രാജ്യത്തെയും അതുപോലെ നമ്മുടെ യുവാക്കളെയും തലമുറയൊക്കെ നശിപ്പിക്കുന്ന അതേപോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷകളും അത് പ്രോപ്പറായിട്ടുള്ള ശ്രദ്ധ വേണ്ട കാര്യം തന്നെയാണ്. ഇത് വളരെ എളുപ്പത്തിൽ അവരിലേക്ക് എത്തുക സാധ്യമല്ല എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉയർന്നു വന്നതുകൊണ്ടാണ്. ഇത് സാധാരണ ഇവരെങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്? ഇവരുടെ ഒരു ലിങ്ക് അയക്കുക അങ്ങനെയാണോ? അവരുടെ ആ പ്രവർത്തന രീതി എങ്ങനെയാണ് ശ്രീ ജിയാസ്? ഇപ്പം നമുക്കറിയാം ഡാർക്ക് വെബിലേക്ക് തന്നെ പോകണ്ട. ഇൻസ്റ്റാഗ്രാമിൽ പോലും ഓരോ റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ, അതായത് ഈ പറഞ്ഞ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അനുഭവമുള്ള ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന കമൻറ്റുകൾ ഒരുപാട് ആളുകളെ അവരുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ അനുഭവം പറയൂ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്ന ആളുകളെയാണ് ഇന്ന് നമുക്ക് കാണുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് എടുത്താൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ആളുകൾ ഈ ഒരു സംഭവത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ തമാശക്ക് മെൻഷൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്തവർ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ നിരീക്ഷിച്ചാൽ ഏകദേശം ഇതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുന്നവരെ മൊത്തം പിടിക്കാനല്ല, പക്ഷേ ആ ഒരു സ്ട്രോങ് നിരീക്ഷണവും അവരുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ നടക്കും. പക്ഷെ അതിന് സഹകരിക്കേണ്ടത് ഈ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം ബന്ധപ്പെട്ട ആളുകൾക്ക് പോലീസിന് വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പോലും ലീഗൽ എൻഫോഴ്സ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുത്താൽ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത് ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്ന ആളുകളെയും യുവാക്കളെയും എല്ലാ വിഭാഗം ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലുള്ള പല ഓഫറുകൾ കൊടുക്കാറുണ്ട്. അവർ നമ്മൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ഓഫറുകൾ കൊടുക്കും. പല ആളുകളും പണം കൊടുത്ത് ലഹരി കിട്ടാതെ തട്ടിപ്പിൽപ്പെട്ട ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതേപോലെ പോൺ വീഡിയോ ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് പണം അടയ്ക്കും, ഓൺലൈൻ വഴി പണം അടക്കും. എന്നിട്ട് പോൺ വീഡിയോ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർ വിളിക്കുന്നത് ഇതെങ്ങനെയാണ് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഇല്ലീഗൽ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പണം അയച്ചു കൊടുത്താൽ നിയമ നടപടി സ്വീകാര്യമാണോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളും ഇവിടെ ഉണ്ട്. ശ്രീ ജിയാസ്, നമ്മൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഈ പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകളിലൊക്കെ പിന്നീട് ഒരു ഘട്ടം കഴിയുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്കിതൊരു തട്ടിപ്പാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ അതിൽ നിന്ന് കരകയറാൻ കഴിയാതെ പോകുന്ന ചില സ്വഭാവത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. അത് പിന്നീട് ഇവർ മറഞ്ഞിരുന്ന് തന്നെ ഭീഷണിയായി
നമുക്ക് മുമ്പിലേക്ക് ഭീഷണി മുഴക്കുന്ന സാഹചര്യം, ബന്ധുക്കളെ വിളിച്ച് അതുപോലെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നില, ഇതിൻ്റെ ഈ കൈമാറ്റത്തിലും ഈ വിപണനത്തിലുമൊക്കെ ഇതിന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടോ ശ്രീജിയാസ്? തീർച്ചയായിട്ടും അതുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇന്നിവിടെ പ്രചരിക്കുന്ന പോൺ വീഡിയോകൾ, ഇത്തരം അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും ഒട്ടുമിക്കതും തന്നെ സ്വന്തം താല്പര്യം അല്ലെങ്കിൽ നമ്മളൊരു ഇഷ്ടമില്ലാതെ നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പകർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്പൈ ആപ്ലിക്കേഷൻസും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും iOS നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വരെയും റിസ്ക്കുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ കുട്ടികൾ, മുതിർന്ന ആളുകൾ, യുവാക്കളും യുവതികളൊക്കെ എല്ലാം ഇത്തരം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ വളരെ സ്വകാര്യമായി മറ്റൊരാളും കാണരുതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ കോളും നമ്മളുടെ ചാറ്റും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന പ്രൈവറ്റ് ഇമേജുകളും അടക്കം ഇത്തരം ഡാർക്ക് വെബിലേക്കും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും പോകുന്നത് എങ്ങനെയാണെന്ന് ഒരാൾ പോലും യഥാർത്ഥത്തിൽ ചിന്തിക്കണില്ല. ഈ വിക്ടിംസ് വരുമ്പോൾ അവർ പറയണതാണ്, ഒരിക്കലും ഞാൻ ഈ ഇമേജ് ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല, ആർക്കും ഞാൻ ഇത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, എൻ്റെ വീഡിയോ കോൾ ചെയ്യുന്നത് ഞാൻ വേറെ ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്? അപ്പോൾ ഇതേപോലുള്ള ഒരു വലിയൊരു മാഫിയ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ വൺസ് ഇവരുടെ കയ്യിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഡാർക്ക് വെബിനെ ഫോക്കസ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ടെലഗ്രാമും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളാണ്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടമ്മമാരുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളുടെ വരെ വീഡിയോകൾ, ഇമേജുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് അവർ പോസ്റ്റർ, വളരെ ഭംഗിയായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും സെയിൽസ് സ്ട്രാറ്റജികളുമാണ് ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കാണുന്നത് പോസ്റ്ററുകൾ അടിച്ചിറക്കിയിരിക്കണതാണ്. അതായത് കോളേജ് ഗേൾസിൻ്റെ 50 ഫോട്ടോ, വീട്ടമ്മമാരുടെ 20 ഫോട്ടോ, അതേപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുടെയും പ്രായമായിട്ടുള്ള ആളുകളുടെയും കുട്ടികളുടെയും അടക്കം ഇത്ര ഫോട്ടോസിൻ്റെ ഒരു ഗ്രൂപ്പ് ഇത് നിങ്ങൾക്ക് അയച്ചു തരും ടെലഗ്രാമിലേക്ക്. അത് വെറുതെ പറഞ്ഞല്ല, അവർ ക്യാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഇമേജുകളും വീഡിയോകളും ഇവരുടെ കൈവശം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള ഒരാളും സേഫ് അല്ല. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെല്ലാം തടയിടാൻ വേണ്ടിയിട്ട് ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റി വ്യക്തമായ ധാരണ ഓരോരുത്തർക്കും ഉണ്ടാവണം. രണ്ടാമത്, നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നാളെ ഇത്തരം ഒരു കാര്യത്തിലൊരു വിക്ടിം നമ്മളുടെ കൂട്ടത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വരാതിരിക്കുള്ളൂ. ശരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സൗമ്യ സെനിലേക്കും ജോർജ് ജോസഫിലേക്കും തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും ഈ ഡാർക്ക് വെബ് പോലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ യുവാക്കളെ, നമ്മുടെ സമൂഹത്തെ ഈ ലഹരി ശൃംഖല വരിഞ്ഞു മുറുക്കുന്നതിൻ്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ നമ്മൾ എഡിസൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ചില സാധനങ്ങളുടെ കണക്കാണ്. അത് ഓരോ മാസവും ഈ എഡിസൻ്റെ കയ്യിലേക്ക് എത്തിയത് അത് 1000-ലധികം LSD സ്റ്റാമ്പുകളാണ് എന്ന് പറയുന്നു. ഈ 130 കിലോയിലധികം ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന നിലയുണ്ടായി. ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ശേഖരിച്ചു. അതിൽ തന്നെ എഡിസൺ പറയുന്നത് ഇത് എന്തായാലും ഒറ്റയ്ക്ക് ചെയ്തതല്ല, പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതുപോലെ ചെന്നൈ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ. നമ്മുടെ രാജ്യത്ത് ഈ എഡിസണിൽ നിന്നെങ്കിലും മറ്റ് മേഖലകളിലുള്ള ഇതിൻ്റെ കണ്ണികളിലേക്ക് എത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുമല്ലോ ജോർജ് ജോസഫ്? അത് ചിലപ്പോൾ സാധിച്ചേക്കും ഒരാളുടെ കാര്യത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കണം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. 143 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ജനസംഖ്യ കൂടിയുള്ള സ്ഥലത്തേക്ക് മാത്രമാണ് ഈ ബിസിനസ് കൂടുതലായിട്ട് വ്യാപിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ എഡിസൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കണം. കാരണം എഡിസണിലേക്ക് വരാൻ കാരണം അയാൾ സെയിൽ ചെയ്ത ഏതോ ഒരു സ്ഥലത്തുനിന്ന് പതുക്കെ പിടിച്ചിട്ടാണ് ഇയാളുടെ വന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ഒന്നും ഡാർക്ക് വെബിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ എൻട്രി ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചിട്ടോ ഏതെങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ടോ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ ടെക്നോളജി അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്നതെന്ന്. അത് നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ട് ഒരാളെ ഒരു സസ്പെക്റ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അയാളുടെ സിസ്റ്റം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് എൻട്രി ചെയ്ത് അയാളുടെ ഏതൊക്കെ ഏരിയയിൽ അയാൾ സഞ്ചരിച്ചിട്ടുണ്ടോ അതിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരാളെ സംശയം ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഡിവൈസ് നമ്മുടെ കയ്യിലില്ല. അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ അയാൾ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് എൻട്രി ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് ഇത് ഡാർക്ക് വെബായിട്ട് തന്നെ നിൽക്കുന്നത്.
അതുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടൊന്നും വലിയ മെച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മൾ എത്തപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് പോലീസിനെ കൊണ്ട് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിൻ്റെ ഡിജിറ്റൽ വേൾഡ് അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ചില ഏരിയയിലൊന്നും ഒരിക്കലും നമുക്ക് സഞ്ചരിക്കാനേ കഴിയില്ല. ധാരാളം കേസുകൾ അങ്ങനെ വരുന്നിട്ടുണ്ട്, അത് എങ്ങും ഇല്ലാതെ പോയിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ആകെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ മെറ്റീരിയൽ ഇങ്ങോട്ടുള്ള വരവ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അത് കുറേയൊക്കെ നമുക്ക് വിജയിക്കാം. കാരണം ഹൈബ്രിഡ് ആയിട്ടുള്ള നമുക്ക് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം റാസൽ കൈമയിലേക്ക് 1.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പോയി. അത് പിടിച്ചു. എന്തായാലും കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പം നമ്മളിവിടെ ഒരു ഹബ്ബ് മാത്രമല്ല, പല സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്, അങ്ങോട്ടും പൊക്കോണ്ടിരുന്നത്. ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വളരെ കിലോ കണക്കിന് MDMA അതുപോലുള്ള ഡ്രഗ്സ് ഐറ്റംസ് പല രാജ്യത്തോട്ടും പോകുന്നുണ്ട്. ചെറിയ ചെറിയ കിലോ എമൗണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ വെയിറ്റുള്ള സാധനങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊരു പ്രതിവിധി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇവരൊന്ന് ബുക്ക് ചെയ്യാനായിട്ട് ഒരു ലിമിറ്റിനപ്പുറം കഴിയില്ല. കറക്റ്റായിട്ട് സംശയിച്ച ഒരാളെ വന്നിട്ട് അയാൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, അയാളെ ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അവരെ സെർച്ച് ചെയ്ത് നമുക്ക് അവരിലേക്ക് എത്താനായിട്ട് ഉള്ള ടെക്നോളജി ഉണ്ടാകത്തില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഡാർക്ക് വെബിലും. അതുപോലെ നമുക്ക് ഈ അവരുപയോഗിക്കുന്ന ടെലിഗ്രാം അങ്ങനെയുള്ള സ്ഥലത്തൊന്നും എൻട്രി ചെയ്യാനേ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ നിരാശയിലാണ് ആ കാര്യത്തിൽ. കാരണം ഇതിന് പ്രതിവിധി മറ്റുള്ള ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞത് നമുക്കൊരു എഡ്യൂക്കേഷൻ കൊണ്ടാണ് കുട്ടികൾ ഈ ടെക്നോളജി നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെന്താ അവർ ഓപ്പൺ ചെയ്തിരിക്കും, അത് കണ്ടിരിക്കും. അത് നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അവർ കാണട്ടെ, പക്ഷേ അവർ നല്ലതേത് ചീത്ത ഏതെന്ന് കണ്ടെത്തുക എന്നൊരു മാർഗം മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല. എന്തുമാത്രം വയലൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പം കുട്ടികൾക്ക് ഒരു പക്വമായ അല്ലെങ്കിൽ ജോർജ് ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് ഒരു സൈബർ തട്ടിപ്പിനിരയായി ഒരു സ്ത്രീക്ക് തിരുവനന്തപുരത്ത് നിന്ന് വീട് വിട്ടിറങ്ങിപ്പോകുന്നു. അവർ ആത്മഹത്യാക്കുറിപ്പിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കത്തെഴുതി വെക്കുന്നു. പിന്നീട് അവരെ കണ്ടെത്തുകയൊക്കെ ചെയ്തു. അത് ഒരു ഓൺലൈൻ തട്ടിപ്പായിരുന്നു. അതുപോലെ പലതരത്തിലുള്ള തട്ടിപ്പാണ്. പണം ആവശ്യപ്പെട്ടുള്ള തട്ടിപ്പ്, ഇത്ര പണം നൽകിയാൽ ഇത്ര പണം തിരികെ തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പ്. നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഋഷികേശ് ചൂണ്ടിക്കാട്ടിയതുപോലെ വിർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ്. നമ്മുടെ ഉപയോഗം ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ട് കുതിച്ചുയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനങ്ങൾ, നമ്മുടെ ഇതിനെയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ, അതിന് അപര്യാപ്തതകളുണ്ട്. അതിലേക്ക് നമ്മൾ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ലേ ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, അതിലേക്ക് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഒരാൾ പറയുന്നത് നമ്മൾ കേട്ടല്ലോ, നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലിരുന്ന കമൻറ്റുകൾ വളരെ മോശമായ കമൻറ്റുകൾ, വളരെ വൃത്തികെട്ട കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ആളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവരൊക്കെ ചില പ്രത്യേക കോഡും പ്രത്യേക സെർച്ച് എഞ്ചിൻ കൊണ്ട് അവനിലോട്ട് എൻട്രി ചെയ്യാനൊക്കുള്ളൂ, ആ ഫോണിലോട്ട്. അത് തന്നെ മാസക്കണക്കിന് എടുക്കും. അപ്പം നമ്മൾ എത്രയോ ലക്ഷം ആൾക്കാരെ ഇതുപോലെ ബാഡ് കമൻറ്റുകൾ എഴുതി വരുന്നത്. അതിലോട്ടൊന്നും പക്ഷേ ആൾക്കാരുടെ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമല്ലാതെ ഒരു പോംവഴി ഞാൻ കാണുന്നില്ല. നമ്മൾ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ നിരാശയാണ്. കാരണം ഡിജിറ്റൽ വേൾഡ്. ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. കൂടുതൽ ശ്രദ്ധ നമ്മുടെ സൈബർ മേഖലയിലേക്ക്, അവിടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിലേക്ക് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ കർശനമായ നിയമ നടപടികളും ഏറ്റവും പ്രധാനം എന്നുള്ള നിലയിൽ ബോധവൽക്കരണ നടപടികളിലേക്കുമൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. സൗമ്യ സരണിലേക്ക് തിരിച്ചെത്തും ഇടവേളയ്ക്ക് ശേഷം. ഷോർട്ട് ബ്രേക്ക്. ഡോക്ടർ സൗമ്യ സരൺ, ഈ പലതരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്ന ഏജ് ഗ്രൂപ്പിനെ നമ്മൾ നോക്കുമ്പോൾ അത് ഈ സാമ്പത്തികമായി നടക്കുന്ന തട്ടിപ്പാണെങ്കിൽ അതിൽ കൂടുതലായും ഇരകളായി മാറുന്നത് ഈ യുവാക്കളല്ല, അതിനേക്കാൾ മുതിർന്ന പ്രായത്തിലുള്ള ആളുകളാണ്. അവിടെ ഈ സാങ്കേതിക വിദ്യയുമായുള്ള ഒരുപക്ഷെ പരിജ്ഞാനക്കുറവൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അവബോധമായിരിക്കാം അവർ മുതലെടുക്കുന്നത്. ഇവിടെ ലഹരിയുടെ കാര്യത്തിലാണെങ്കിൽ, ഈ സമാന കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് നേരെ തിരിഞ്ഞ് യുവാക്കളിലേക്കാണ് വരുന്നത്. അവിടെ പർച്ചേസിങ് കപ്പാസിറ്റി ഒരു ഘടകമായി മാറുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നാളെ കുട്ടികൾ ഇപ്പോൾ ലഹരി ഉപയോഗിക്കാൻ തീരുമാനിച്ച ആൾക്ക് അതിൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി എന്നുള്ളതൊരു വിഷയമല്ല. അതിന് പണം കണ്ടെത്തുകയോ അതിനുവേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുകയോ അവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമല്ല. ഇതിങ്ങനെ എല്ലാ ഗ്രൂപ്പുകൾക്ക് മുമ്പിലും ഒരു വില്ലനായി ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യം, അതിൽ നമുക്കിനി കൂടുതലായി ബോധവൽക്കരണം എന്നുള്ളതുപോലെ തന്നെ വ്യക്തി എന്നുള്ള നിലയിൽ, കുടുംബാംഗങ്ങൾ എന്നുള്ള നിലയിൽ, രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ എത്രത്തോളം ജാഗ്രതയോടുകൂടി നമുക്ക് നമ്മുടെ കുട്ടികളെ വഴി നടത്താൻ കഴിയും, നമ്മുടെ അടുത്ത തലമുറയെ വഴി നടത്താൻ കഴിയും? താങ്കളുടെ പ്രതികരണം കൂടി, അതോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കൃത്യമായ ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
അഡ്വക്കേറ്റ് ജിയാസ് പറഞ്ഞതിനോട് എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഞാൻ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പല സൈബർ ക്രൈമുകൾക്കും ഇരയാവേണ്ടിയും വന്നിട്ടുണ്ട്. അത് പല പ്ലാറ്റ്ഫോമുകളിലായിരുന്നു, ഫേസ്ബുക്കിലും ടെലിഗ്രാമിലും. ഞാൻ പല കേസുകളുമായിട്ട്, മൾട്ടിപ്പിൾ കേസുകളുമായിട്ട് ഈ സൈബർ ടീം, അതായത് പോലീസിന്റെ സൈബർ ടീമുമായിട്ട് കംപ്ലൈന്റ് കൊടുത്ത് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരാളുമാണ്. ഇപ്പൊ ഞാൻ UAE-യിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോ അഡ്വക്കേറ്റ് ജിയാസ് പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ഫേസ്ബുക്കിൽ കിട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് മാത്രമാണ് നമുക്കൊരു കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാവുന്നത്. എനിക്ക് അനുഭവിക്കേണ്ടി വന്ന പല സൈബർ ക്രൈമുകളും ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഉള്ളതായിരുന്നു. അത് ഇത്തരത്തിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ മൊബൈൽ നമ്പർ, എന്റെ പേഴ്സണൽ ഫോട്ടോസ്, അതെല്ലാം പല മോശമായിട്ടുള്ള സൈറ്റുകളിലും അപ്ലോഡ് ചെയ്യുകയും, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അറിയുന്നത് നമുക്ക് അറിയുന്ന, നമ്മുടെ ചുറ്റുമുള്ള എന്നെ അറിയുന്ന ആരോ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പോ ഇത് ചെയ്തിട്ട് പോലും ഈ കേസുകളുമായിട്ട് മാസങ്ങൾ ഞാൻ പിറകെ നടന്നിട്ടുണ്ട്. പക്ഷെ അവസാനം എനിക്ക് കിട്ടിയ മറുപടി വളരെ നിരാശാജനകമായിരുന്നു. അഡ്വക്കേറ്റ് ജിയാസ് പറഞ്ഞ പോലെ തന്നെ പോലീസ് പറഞ്ഞത് അവരുടെ സൈബർ ടീമിനോട് ടെലിഗ്രാം എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം അവർ സഹകരിക്കുന്നില്ല, അവർ ഒരു തരത്തിലും ഇതിന്റെ ഡീറ്റെയിൽസ് തരാൻ വില്ലിംഗ് ആവുന്നില്ല. പിന്നെ ഇപ്പോ കൂടുതലായിട്ട് പോലീസിനൊന്നും ചെയ്യാനില്ല. അവർ നമ്മളോട് അപ്പോളജൈസ് ചെയ്തു, ആ കേസ് അവർ ക്ലോസ് ചെയ്തു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അവയർനെസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു രാജ്യം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഞാൻ ഇപ്പൊ UAE എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. ഇവിടെ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളതിന് സമം പോലെയാണ് ഒരു സൈബർ ക്രൈമും അവർ കാണുന്നത്. ഇവിടെ നമ്മൾ ഒരു വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അവഹേളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ ഒരു ക്രൈം ഒന്നുമല്ല. അത് അത്രയും സീരിയസ് ആയിട്ടാണ് അവര് ഡീൽ ചെയ്യുക. അതിന്റെ കുറ്റകൃത്യവും അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയും അതേ രീതിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഈ ഒരു രാജ്യത്ത് വളരെ കുറവ് രീതിയിലുള്ള കാര്യങ്ങളെ അങ്ങനെ നടക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവയർനെസ്സിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ രണ്ട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളോട് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വളരെയധികം സ്റ്റേർഡ് ആവണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സൈബർ ഒരു ടീമിനെ, നമ്മുടെ പോലീസിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നീതിന്യായ വകുപ്പിന്റെ സൈബർ ടീമിനെ അത്രത്തോളം ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടി ഈക്വലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി, ഇത്തരത്തിലുള്ള സൈബർ ക്രിമിനലുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക, അവർക്ക് പിടികൊടുക്കാതിരിക്കുക, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട ജാഗ്രത നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ കർശനമായി അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകണം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്, ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന് ശ്രീ ജോർജ് ജോസഫ്, അതുപോലെ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ, സൗമ്യ സെറിൻ, ഋഷികേശ് ഭാസ്കരൻ. ഈ ചർച്ച പൂർത്തിയാവുകയാണ്. ഇനി ഹോട്ട് ന്യൂസ് കാണാം പ്രേക്ഷകർക്കൊപ്പം. സ്മിത ഹരിദാസത്തും. നമസ്കാരം.